ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ടോക്ക് മല്ലു ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2006 പുറത്തിറങ്ങിയ എറഗോൺ എന്ന് പറയുന്ന ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കഥ നടക്കുന്നത് അലഗീസിയ എന്ന് പറയുന്ന രാജ്യത്താണ്. ആ രാജ്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഡ്രാഗണുകളും ഡ്രാഗൺ റൈഡേഴ്സുകളുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കിടയിൽ ആ രാജ്യം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ തർക്കമുണ്ടാകുന്നത്. ഇതൊരു അവസരമായി മുതലെടുത്തുകൊണ്ട് ഗാൽബറ്റോറിക്സ് എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ റൈഡർ ഇവരെ തമ്മിൽ തെറ്റിക്കുന്നു. അവർ തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ഡ്രാഗണുകളും ഡ്രാഗൺ റൈഡേഴ്സും ഇല്ലാതാവുകയാണ്. ഗാൽബറ്റോറിക്സ് അങ്ങനെ ആ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുകയാണ്. തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെയെല്ലാം ഗാൽബറ്റോറിക്സ് നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു വാർഡൻ വംശജരും. അവസാനം അവർ ആ നാട് വിടുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഗാൽബറ്റോറിക്സിനെ എതിർക്കാൻ ആരെങ്കിലും ഒരാൾ വരും എന്ന വിശ്വാസത്തോടെ അവർ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാത്രി കുതിരപ്പുറത്ത് അതിവേഗം പോകുന്ന ഒരു പെൺകുട്ടിയെ നമ്മളെ കാണിക്കുന്നു. അവളുടെ പേരാണ് ആര്യ. അവളാണ് നമ്മുടെ കഥയുടെ നായിക. ആര്യ നല്ല രീതിയിൽ ഭയപ്പെട്ടിരുന്നു. കാരണം വേറൊന്നുമല്ല, ഗാൽബറ്റോറിക്സിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അപൂർവമായ കല്ല് മോഷ്ടിച്ചുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. തന്റെ കയ്യിലെ കല്ല് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ഗാൽബറ്റോറിക്സ് ദേഷ്യപ്പെടുകയാണ്. അത് തിരികെ കൊണ്ടുവരാനായി തന്റെ കൂട്ടത്തിലെ ഒരു മന്ത്രവാദിനെ വിളിക്കുന്നു. ഈ മന്ത്രവാദിയുടെ പേരാണ് ഡെർസ. ഇതേ സമയം കട്ട് ചെയ്ത് നമ്മൾ വേറൊരു കുടിലാണ് കാണിക്കുന്നത്. അവിടെ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. അവന്റെ പേരാണ് എറഗോൺ. അവനാണ് നമ്മുടെ കഥയിലെ നായകൻ. വീട്ടിലെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം കാട്ടിൽ വേട്ടയാടാൻ പോകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ നായകൻ. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ആര്യനെയാണ്. ആര്യ ആ കല്ലുമായി ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവളെ കാട്ടിൽ വെച്ച് ഡെർസ പിടിക്കുന്നു. എന്നിട്ട് ആ കല്ല് അവളടുത്ത് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ആ കല്ല് കൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഈ കല്ല് ആർക്കാണോ അവകാശപ്പെട്ടത് അവരുടെ അടുത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കല്ല് അവിടുന്ന് ആര്യ അപ്രത്യക്ഷമാക്കുകയാണ്. കല്ല് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആര്യനെ ഡെർസ അവൻ്റെ കൊട്ടാരത്തിലോട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നായകനെയാണ്. അവനൊരു മാനിനെ വേട്ടയാടാനായി നിൽക്കുന്നു. പെട്ടെന്നാണ് അവിടെയൊക്കെ കല്ല് വന്ന് വീഴുന്നത്. ആ കല്ല് വീണ സ്ഥലത്തേക്ക് നായകൻ ചെന്ന് നോക്കുന്നു. അവനൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും അവൻ ആ കല്ലെടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അവൻ നേരെ ചെല്ലുന്നത് ഒരു കടയിലോട്ടാണ്. ആ കല്ല് ആ കടയിൽ വിൽക്കാൻ അവൻ ശ്രമിക്കുകയാണ്. ആ കല്ല് കണ്ട പാടെ കടക്കാരന് ഇഷ്ടപ്പെടുന്നു. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് തിരക്കുമ്പോൾ നായകൻ പറയുന്നു, എനിക്കത് ആ പൈൻകാടുകളിൽ കിടന്നാണ് കിട്ടിയതെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ കടക്കാരൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. നീ ഇവിടുന്ന് പെട്ടെന്ന് പോകും, രാജാവോ ഭടന്മാരോ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാത്രമല്ല ഈ നാട് തന്നെ അവർ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്നു. അങ്ങനെ നായകൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നായകൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഒരാളെ കാണുന്നത്. അയാൾ ആ പട്ടാളക്കാരുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാജാവിനെയോ പട്ടാളക്കാരെയോ ഒന്നും അവന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. അയാളുടെ പേരാണ് ബ്രോം. അവിടെ നിന്ന് നമ്മുടെ നായകൻ നേരെ പോകുന്നത് നായകൻ്റെ വീട്ടിലോട്ടാണ്. നായകൻ്റെ വീട്ടിൽ നായകൻ്റെ ചേട്ടനും നായകൻ്റെ അമ്മാവനുമാണ് ഉള്ളത്. നായകനെ വീട്ടിൽ ചെന്ന പാടെ തന്നെ ആ കല്ല് ആരും കാണാതെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയാണ്. അതിനുശേഷം നായകൻ്റെ ചേട്ടനുമായിട്ട് കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ട് നായകൻ്റെ ചേട്ടൻ നായകൻ്റെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ ഈ നാട് വിട്ട് പോകാൻ പോവുകയാണ്. കാരണം വേറൊന്നുമല്ല, ആ നാട്ടിൽ ആൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ രാജാവിൻ്റെ സൈന്യത്തിൽ ചേരണം. എന്നാൽ നായകൻ്റെ ചേട്ടന് സൈന്യത്തിൽ ചേരാനൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പുള്ളി നാട് വിട്ട് പോകുന്നത്. തൻ്റെ ചേട്ടൻ പോകുന്ന സങ്കടമാണെങ്കിലും ഈ സൈന്യത്തിൽ ചേരുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ട് അനിയൻ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ നായകൻ്റെ ജ്യേഷ്ഠൻ അവിടുന്ന് യാത്രയാവുന്നു. ജ്യേഷ്ഠൻ പോയ സങ്കടത്തിൽ നായകൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് ആ കല്ലാണ്. ആ കല്ല് കിടന്ന് അനങ്ങുന്നുണ്ട്. അത് ഒരു കല്ലല്ലായിരുന്നു, അതൊരു ഡ്രാഗന്റെ മുട്ടയായിരുന്നു. ആ മുട്ട വിരിഞ്ഞ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രാഗന്റെ കുഞ്ഞ് പുറത്തോട്ട് വരികയാണ്. അതിനെ കണ്ടപാടെ നമ്മുടെ നായകൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതിനെ നമ്മുടെ നായകൻ തൊടാൻ പോവുകയാണ്. തൊട്ടപാടെ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. ആ സ്പാർക്ക് ഗാൽബറ്റോറിക്സിനും ബ്രോമിനും ആര്യയ്ക്കും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആര്യയുടെ അടുത്തേക്ക് ഡെർസ വരികയാണ്. എന്നിട്ട് ആ മുട്ട എവിടേക്കാണ് അയച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആര്യ അവന് ഒരു ഉത്തരവും പറയുന്നില്ല. എന്നാലും തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചിട്ട് അവൻ അവളുടെ മനസ്സിലോട്ട് കയറി എവിടെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഗാൽബറ്റോറിക്സിൻ്റെ അടുത്ത് എന്നിട്ട് ആ മുട്ട വിരിഞ്ഞ വിവരവും അത് കിട്ടിയതൊരു കർഷകനാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഗാൽബറ്റോറിക്സ് പറയുന്നത്, മുട്ട വിരിഞ്ഞ് ഡ്രാഗൺ പുറത്ത് വന്ന കാര്യം പുറത്ത് ആരും അറിയരുത്, പ്രത്യേകിച്ച് വാർഡൻ വംശജർ. അവരറിഞ്ഞാൽ നമുക്കെതിരെ അവർക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് തടയാൻ വേണ്ടിയിട്ട് ആകെ ഒരു വഴിയുള്ളത് ആ നായകനെ കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ഡെർസ അതിനു വേണ്ടിയിട്ട് ഒരു പടയുണ്ടാക്കുകയാണ്. അങ്ങനെ നായകനെ കൊല്ലാനായിട്ട് അവർ പോകുന്നു. ഇതേ സമയം നമ്മുടെ നായകൻ ചെല്ലുന്നത് ഒരു ക്ലബിലോട്ടാണ്. ആ ക്ലബിൽ ബ്രോമും കുറേ ആളുകളൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംസാരിക്കുന്ന വേറൊന്നുമല്ല, രാജാവിൻ്റെ ദുർഭരണത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രോം ആ സമയത്ത് പറയുന്നുണ്ട്, നമുക്ക് മുമ്പ് നല്ലൊരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. ഡ്രാഗണും ഡ്രാഗൺ റൈഡേഴ്സും എല്ലാം നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം.
അവിടെ എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഗാൽബറ്റോറിക്സ് വന്നത് എന്നൊക്കെ ഗാൽബറ്റോറിക്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ രാജാവിൻ്റെ സൈനികർ വന്നിട്ട് ബ്രോമിനെ വാൺ ചെയ്യുന്നുണ്ട്, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ബ്രോം ഇനിയും ആ ഡ്രാഗൺ റൈഡേഴ്സിൻ്റെ കാലഘട്ടം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേട്ട നമ്മുടെ നായകൻ നമ്മുടെ ഡ്രാഗൺ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയാണ്, ഇനി നമ്മളാണ് ഈ ഡ്രാഗൺ റൈഡേഴ്സിൻ്റെ കാലം തിരിച്ചു കൊണ്ടുവരലെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ പറത്തി വിടുകയാണ്. ആ ഡ്രാഗൺ കുഞ്ഞ് പറന്ന് അവന് കാണാൻ പറ്റാത്ത ദൂരത്തേക്ക് പറന്നു പോവുകയാണ്. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഡ്രാഗൺ തിരിഞ്ഞു വരെ നോക്കിയിട്ട്. പക്ഷെ അത് തിരിച്ചു വരുന്നില്ല. അവൻ സങ്കടപ്പെട്ട് തിരിച്ചു പോവുകയാണ്. പോകാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ കയ്യിലൊരു മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഡ്രാഗൺ കുഞ്ഞിനെ ആദ്യം തൊട്ട സമയത്ത് ഒരു സ്പാർക്ക് വന്ന സമയത്ത് അവൻ്റെ കയ്യിലൊരു മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കിടന്ന് തിളങ്ങുന്ന തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ ഡ്രാഗൺ കുഞ്ഞ് ഭയങ്കരമായി വലുതായി അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതുമാത്രമല്ല ആ ഡ്രാഗൺ കുഞ്ഞ് അവനോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ പേര് സഫേറ, നീയാണ് എൻ്റെ ഡ്രാഗൺ റൈഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവൻ അതിശയിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നായകൻ നേരെ ചെല്ലുന്നത് ബ്രോമിൻ്റെ വീട്ടിലോട്ടാണ്. ബ്രോമിൻ്റെ അടുത്തുനിന്ന് ഡ്രാഗണുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ ബ്രോമിനെ അവിടെ കാണുന്നില്ല. അവിടെ ഇരിക്കുന്ന ബുക്കുകളൊക്കെ വായിച്ച് നോക്കി ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ബ്രോമ് വരികയാണ്. ബ്രോമ് വന്നിട്ട് നായകൻ്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നായകൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോകുന്ന വഴി നായകൻ ആദ്യം മുട്ട വെക്കാൻ ചെന്ന ആ കടയിൽ ഒച്ചയും വെള്ളമൊക്കെ കേൾക്കുന്നു. അങ്ങനെ നായകൻ അവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് കാണുന്നത് ഡെർസ അയച്ച ആളുകൾ ആ കടയുടെ ഉടമസ്ഥനെ ആരാണ് ഈ മുട്ട കൊണ്ടുവന്നത്, എവിടെയാണ് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവൻ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപകടമാണ് എന്ന് മനസ്സിലാക്കിയ നായകൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പോകുന്ന വഴി സഫേറ വന്ന് അവനെ പൊക്കിക്കൊണ്ട് പോകുന്നു. ഡെർസയുടെ ആളുകൾ നായകനെ തിരക്കി നായകന്റെ വീട്ടിലും ചെന്നിരുന്നു. നായകൻ അവിടെ ചെന്നാൽ നായകന്റെ ജീവന് അപകടമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സഫേറ അവനെ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ തന്നെ നിലത്തിറക്കണം, തന്നെ തൻ്റെ അമ്മാവൻ്റെ അടുത്ത് കൊണ്ടുവിട് എന്നൊക്കെ നായകൻ സഫേറയോട് ദേഷ്യപ്പെട്ട് പറയാണ്. അങ്ങനെ സഫേറ നായകന്റെ വീട്ടിലോട്ട് വിടുന്നു. നായകൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് നായകന്റെ അമ്മാവനെ അവർ കൊന്നിട്ടിരിക്കുന്നതാണ്. അതിൽ നായകന് ഭയങ്കരമായി സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് സഫേറ കാരണമാണ് ഇത് സംഭവിച്ചത്, ഞാനിവിടെ നേരത്തെ വന്നിരുന്നെങ്കിൽ എൻ്റെ അമ്മാവനെ ഞാൻ രക്ഷിച്ചേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രാഗനെ അവിടുന്ന് വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ്. അങ്ങനെ ഡ്രാഗൻ അവിടുന്ന് പറന്നു പോകുന്നു. ഈ സമയം അവിടെ ബ്രോമ് വരികയാണ്. ബ്രോമിനെ കണ്ടപാടെ നായകൻ ബ്രോമിനെ തല്ലാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ബ്രോമ് അവനെ തടയുകയാണ്. അപ്പോഴാണ് ബ്രോമ് നായകന്റെ കയ്യിലുള്ള ആ ഡ്രാഗന്റെ സിഗ്നൽ കാണുന്നത്. അത് കണ്ടപാടെ ബ്രോമിന് മനസ്സിലാവുന്നു ഇവനാണ് ഡ്രാഗൺ റൈഡർ. അവനാകെ ആശ്ചര്യപ്പെട്ട് നിൽക്കണം. എന്നിട്ട് നായകനോട് നിന്റെ ഡ്രാഗൺ എന്തെന്ന് ചോദിക്കുന്നു. അത് കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്, അതിന് ഞാൻ പറഞ്ഞയച്ചു എന്ന് നായകൻ പറയുന്നു. അത് നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്, നിനക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ബ്രോമ് ഇവിടെ നിന്നാൽ നിന്റെ ജീവന അപകടത്തിലാണ്, നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് അവനെ വിളിക്കുകയാണ്. എന്നാൽ അവൻ തൻ്റെ അമ്മാവനെ ദഹിപ്പിക്കാതെ വരത്തില്ല എന്ന് പറയുന്നു. ബ്രോമ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ കത്തിക്കൊണ്ടിരുന്ന ഒരു കല്ലെടുത്തിട്ട് അവിടെ ഇട്ട് മൊത്തം കത്തിക്കുകയാണ്. എന്നിട്ട് നായകനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവരെ ഒരുപാട് ദൂരം പോയതിനു ശേഷം ബ്രോമ് നായകനോട് പറയുന്നു, നീ നിന്റെ ഡ്രാഗനെ വിളിക്കൂ എന്ന് പറയുന്നു. എന്നാൽ അതിനെ ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞയച്ചു, അതിനി വരില്ല, അതെവിടെയാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ നായകൻ ബ്രോമിനോട് പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ബ്രോമ് അവനോട് പറയുന്നു, നീ മനസ്സിൽ വിചാരിച്ചാൽ അത് വരും എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ നായകൻ മനസ്സിൽ സഫേറനെ വിളിക്കുകയാണ്. വിളിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ സഫേറ അവിടെ പറന്നു വരുന്നു. സഫേറനെ കാണുന്ന ബ്രോമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രോമ് നായകനോട് പറയുന്നു, നീയാണ് വാർഡൻ വംശജരുടെ ഏക പ്രതീക്ഷ, നിനക്ക് മാത്രമേ ഗാൽബറ്റോറിക്സിനെയും ഡെർസേനെയും കൊല്ലാൻ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുന്ന നായകൻ ഞാനിത് എന്തിനു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ബ്രോം പറയുന്നത്, ഈ ഡ്രാഗൺ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നീയാണ് ഈ ഡ്രാഗന്റെ റൈഡർ. ഇതുകൊണ്ട് നിനക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, എന്നാൽ അതിനേക്കാൾ ഉപരി ദോഷവുമുണ്ട്. അപ്പോഴാണ് നായകൻ തിരിച്ചു ചോദിക്കുന്നത് എന്ത് ദോഷമെന്ന്. അപ്പോഴാണ് ബ്രോം പറയുന്നത്, ഒരു ഡ്രാഗൺ ഇല്ലാതെ റൈഡർക്ക് എത്ര നാൾ വേണമെങ്കിലും ജീവിക്കാം, എന്നാൽ ഒരു ഡ്രാഗന്റെ റൈഡർ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാഗണും അപ്പോൾ തന്നെ ജീവൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഡ്രാഗനെ കൊല്ലാനുള്ള എളുപ്പ വഴി നിന്നെ കൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിന്റെ ജീവന് എപ്പോഴും അപകടമാണ്. അതിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാർഡൻ വംശജരുടെ അടുത്ത് ചെല്ലണമെന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. പോകുന്ന വഴിക്കിടയിലെല്ലാം ആര്യയുടെ ഓർമ്മകൾ നായകന് സ്വപ്നം പോലെ കാണുന്നുണ്ട്. അങ്ങനെ അവരൊരു നദിക്കരയുടെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് കഴിക്കാൻ കുറച്ച് ഭക്ഷണം മേടിച്ചു കൊണ്ടുപോകാം, ആരോടും അധികമായി സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് നായകനെ ബ്രോം വിടുകയാണ്. നായകൻ നേരെ ചെല്ലുന്ന ഒരു കടയിലോട്ടാണ്. ആ കടയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളും നടക്കാനിരിക്കുന്ന സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയുകയാണ്. ഇത് കഴിഞ്ഞ് അവൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവനെ ഡെർസയുടെ ആളുകൾ ആക്രമിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ബ്രോം വന്ന് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ബ്രോം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രോമിന് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല, അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പാലത്തിലൂടെ എത്തുമ്പോൾ നമ്മുടെ നായകൻ തൻ്റെ ഇരിക്കുന്ന ഒരു അമ്പ് ഒരു മന്ത്രം പറഞ്ഞ് വിടുകയാണ്. പെട്ടെന്ന് അത് ചെന്ന് അവരെല്ലാം കത്തി നശിപ്പിക്കുന്നു. ഇത് കണ്ട് ബ്രോം ആശ്ചര്യപ്പെടുന്നു. എന്നാൽ ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ നായകൻ കുഴഞ്ഞു വീഴുകയാണ്.
ബ്രോം അവനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. മയക്കത്തിൽ നിന്നേറ്റ നായകന് ചില മന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട രീതികളെല്ലാം ബ്രോം പഠിപ്പിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വാർഡൻ നാട്ടിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരായ വഴി ഇനി പോകാൻ പറ്റില്ല, വേറെ വഴി കണ്ടെത്തി പോകണം. ആ വഴി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നീ പറക്കാൻ പഠിക്കണമെന്ന് ബ്രോം പറയുന്നു. പറക്കുന്ന കാര്യം പറഞ്ഞില്ല, അവിടേക്ക് സഫേറ പറന്നു വരികയാണ്. അതിനുശേഷം സഫേറയുടെ മുഖത്ത് കയറി നായകൻ പറക്കാൻ പരിശീലിക്കുകയാണ്. ആദ്യമൊക്കെ ചില പേടികളൊക്കെ ഉണ്ടെങ്കിലും അതിനുശേഷം നായകൻ ആ പറക്കൽ എൻജോയ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ബ്രോം പഠിപ്പിച്ചു കൊടുത്ത ഒരു മന്ത്രം നായകൻ പറയുന്നു. പറഞ്ഞു തീർന്നില്ല, നായകന്റെ കണ്ണും ഡ്രാഗന്റെ കണ്ണു പോലെ ആവുകയാണ്. ഡ്രാഗൻ എന്തു കാണുന്നു അതെല്ലാം നായകനും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവൻ പറക്കാൻ പഠിച്ചു കഴിഞ്ഞു. അവർ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. പറക്കുന്ന സമയത്താണ് ബ്രോമിനെ ആരോ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായി ഇവർ കാണുന്നത്. അങ്ങനെ ബ്രോമിനെ രക്ഷിക്കാനായി ഇവർ രണ്ടുപേരും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നു. അവർ ചെന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരെ അവർ തിരിച്ചാക്രമിക്കുകയാണ്. ആ ആക്രമണത്തിൽ സഫേറയ്ക്ക് ചെറിയ രീതിയിൽ പരിക്ക് വരുന്നുണ്ട്. എന്നാൽ ബ്രോം അവരെ എല്ലാം കൊന്ന് ഇവരെ രക്ഷിക്കുകയാണ്. ബ്രോം നമ്മുടെ നായകന് നേരെ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. നീ കാരണമാണ് ഇതൊക്കെ പറ്റിയത്, നിന്റെ ഡ്രാഗനെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ചുമതലയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രോം നായകനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മുടെ നായകൻ ബ്രോമിൻ്റെ കയ്യിലുള്ള ആ ഡ്രാഗൻ ചിഹ്നം കാണുന്നത്. അത് കാണുമ്പോൾ അവന് മനസ്സിലാവും ബ്രോമും ഒരു ഡ്രാഗൺ റൈഡർ ആയിരുന്നു എന്ന്. നിങ്ങളൊരു ഡ്രാഗൺ റൈഡർ ആയിരുന്നിട്ട് എന്നോട് എന്തുകൊണ്ട് അത് മറച്ചു, നിങ്ങളുടെ ഡ്രാഗൺ എന്തെന്നൊക്കെ നായകൻ ബ്രോമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ബ്രോം പറയുന്നത്, മോർസ എന്ന് പറയുന്ന ഒരാൾ ഗാൽബറ്റോറിക്സിലൂടെ ചേർന്ന് എൻ്റെ ഡ്രാഗനെ കൊന്നു. അതിനുശേഷം പകരം വീട്ടാനായി അവനെ കണ്ടുപിടിച്ച് അവൻ്റെ വാൾ ഉപയോഗിച്ച് തന്നെ ഞാൻ അവനെ കൊന്നു എന്ന് ബ്രോം പറയുന്നു. എന്നിട്ട് തൻ്റെ കയ്യിൽ ഒരു വാള് കാണിക്കുന്നുണ്ട്. ആ വാള് കാണുമ്പോൾ സഫേർ പറയുന്നു ഇത് ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി മാത്രം നിർമ്മിച്ച വാളാണെന്ന്. അങ്ങനെ അത് കട്ട് ചെയ്ത് അടുത്ത കാണിക്കുന്നത് ആര്യനെയാണ്. ആര്യനെ ദർസ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രാഗനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആര്യ അതിന് ഉത്തരവൊന്നും പറയുന്നില്ല. അപ്പോൾ തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആര്യ എന്ന രീതിയിൽ നായകൻ്റെ മനസ്സിലോട്ട് സ്വപ്നമായി ചെല്ലുകയാണ്. എന്നിട്ട് തന്നെ രക്ഷിക്കാൻ ഇവിടെ കൊട്ടാരത്തിലോട്ട് വരണമെന്നും അതിൻ്റെ വഴിയുമെല്ലാം ആര്യ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടിട്ട് തന്നെ ആര്യനെ രക്ഷിക്കാനായി നായകൻ പുറപ്പെടുകയാണ്. നായകൻ പോകാൻ തയ്യാറെടുക്കുന്ന കാണുന്ന ബ്രോം എവിടെ പോണ് എന്ന് നായകനോട് ചോദിക്കുന്നു. അപ്പോഴാണ് നായകൻ പറയുന്നത് ആര്യനെ അവർ കടത്തി വെച്ചിരിക്കുകയാണ്, അവളെ രക്ഷിക്കാൻ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ബ്രോം ഇപ്പോൾ പോകാൻ പാടില്ല, നിന്റെ ജീവനാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാതെ നായകൻ സഫേറേനെയും കൂട്ടി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ആ കൊട്ടാരത്തിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം സഫേറനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് നായകൻ ആ കൊട്ടാരത്തിനകത്തോട്ട് പോവുകയാണ്. നായകനെ ആരോ പുറകിൽ കൂടെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ നായകൻ ആര്യനെ കണ്ടെത്തി അവളുടെ അടുത്ത് ചെല്ലുകയാണ്. നായകനെ കണ്ടപാടെ അവൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വന്നത്, നീ ഇവരെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് ദർസ വരികയാണ്. ഡെർസയെ കണ്ട നായകൻ തൻ്റെ വാൾ ഉപയോഗിച്ച് ഡെർസേനെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അവനൊന്നും സംഭവിക്കുന്നില്ല. ഡെർസ തിരിച്ച് തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നായകനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ തനിക്ക് അറിയാവുന്ന മന്ത്രം ഉപയോഗിച്ചിട്ട് നായകനെ തടയുന്നുണ്ട്. പക്ഷേ നായകൻ്റെ ശക്തി പകുതി കുറഞ്ഞിരുന്നു. നായകൻ അങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ നായകന് നേരെ പിന്നെയും ഡെർസ ഒരു കുന്തം അയക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ ബ്രോം ചാടി വീഴുന്നത്. ആ കുന്തം ബ്രോമിന്റെ നേരെയാണ് കൊള്ളുന്നത്. ബ്രോമിന് നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട്. ഇത് കണ്ട നായകൻ തൻ്റെ കയ്യിലുള്ള ഒരു അമ്പെടുത്തിട്ട് ഡെർസയ്ക്ക് നേരെ അയക്കുകയാണ്. അത് നേരെ ഡെർസയുടെ നെറ്റിയിൽ തന്നെ കൊള്ളുന്നു. അത് കൊണ്ടപാടെ ഡെർസ അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. അതിനുശേഷം ആരെയും നായനും കൂടെ ബ്രോമിനെ എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവിടെയുള്ള പടയാളികൾ ഇവരെ തടയുകയാണ്. ഇവർ അവർക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്നു. അവിടേക്ക് സഫേറ വരികയാണ്. സഫേറ ഇവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അപരിചിതൻ ഇവരെ സഹായിക്കുന്നത്. അവൻ തൻ്റെ കയ്യിലെ അമ്പ് ഉപയോഗിച്ച് ഓരോ സൈനികരെയും കൊന്നുകൊണ്ടിരുന്നു. ഇത് തന്നെ അവസരമെന്ന് കണക്കാക്കി അവർ സഫേറയുടെ പുറത്തു കയറി അവിടുന്ന് രക്ഷപ്പെടുന്നു. അവർ ദൂരെ ഒരു മലമുകളിൽ ചെല്ലുകയാണ്. അവിടെ വെച്ച് ബ്രോം ഡെർസയെ കൊല്ലുന്ന കാര്യം നായകനോട് പറയുകയാണ്. അവൻ്റെ നെഞ്ചിൽ തന്നെ കുത്തണം, എന്നാൽ മാത്രമേ അവൻ മരിക്കുകയുള്ളൂ. എന്നാൽ ബ്രോമിൻ്റെ നില വളരെ ഗുരുതരമായിരുന്നു. അവൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന വാള് നായകൻ്റെ കൊടുത്ത് നീയാണ് ഇവരെയെല്ലാം ഇനി നശിപ്പിക്കേണ്ടത്, നിനക്കേ അത് സാധിക്കുള്ളൂ എന്ന് പറയുന്നു. നായകൻ വിഷമിച്ച് ബ്രോമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത് സാധിക്കുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് സഫേറ വരുന്നത്. അവനൊരു ഡ്രാഗൺ റൈഡറാണ്. അവൻ അങ്ങനെ തന്നെ മരിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രോമിനെ തൻ്റെ മുതുകിലേറ്റി ആകാശത്തൂടെ പറന്നു പോവുകയാണ്. അങ്ങനെ ബ്രോമിൻ്റെ മരണശേഷം നായകനും ആര്യയും യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുന്നു. എന്നാൽ അവരെ വിടാൻ ഡെർസ തയ്യാറല്ലായിരുന്നു. തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവൻ ആര്യയെ ഉപദ്രവിക്കുന്നു. ആര്യ വേദന കൊണ്ട് പുളയുകയാണ്. വാർഡൻ നാട്ടിലെത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നവർക്കറിയാം. പക്ഷെ അവർക്ക് എങ്ങനെ പോകണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് സഫേറ ഒരാളെ അവരുടെ മുമ്പിൽ കൊണ്ടുവന്നിടുന്നത്. അവൻ്റെ പേരാണ് മോർട്ടോക്ക്. അവൻ നേരെ നായകൻ്റെ അടുത്ത് വന്നിട്ട് വാർഡൻ നാട്ടിൽ പോകാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുന്നു. എന്നാൽ നായകനൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നത്, ഇതിനു മുമ്പും നീ ഞങ്ങളെ രക്ഷിച്ചിട്ടില്ലേ എന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നത് എൻ്റെ കുടുംബത്തെ നശിപ്പിച്ചത് ഗാൽബറ്റോറിക്സ് ആണ്, അവനെ എതിർക്കാൻ ഒരു ഡ്രാഗൺ റൈഡ് വന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കുന്നതെന്ന് പറയുന്നു.
അങ്ങനെ ആര്യനെ സഫേറിനെ ഏൽപ്പിച്ചിട്ട് അവർ യാത്ര തുടങ്ങുകയാണ്. ഒരുപാട് ദൂരം കഴിഞ്ഞ് അവർ വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ എത്തുകയാണ്. ആ വെള്ളച്ചാട്ടം കടന്നാൽ മാത്രമേ വാർഡൻനാട്ടിൽ എത്താൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്നാണ് അവർ ശ്രദ്ധിക്കുന്നത് ഡെർസ അയച്ച ആളുകൾ അവരെ പിന്തുടരുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ആ വെള്ളച്ചാട്ടത്തിൽ ചാടി അപ്പുറം കടക്കുന്നു. എന്നാൽ ആ വാർഡൻനാട്ടിലെ സൈനികർ അവരെ പിടിക്കുകയാണ്. ഇതേ സമയം നായകൻ വാർഡൻനാട്ടിലെത്തിയ കാര്യം ഗാൽബറ്റോറിക്സ് അറിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല ആ വാർഡൻനാട്ടിലേക്കുള്ള ആ രഹസ്യ വഴിയും അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഡെർസയെ വിളിച്ച് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഗാൽബറ്റോറിക്സ് പറയുന്നു. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് വാർഡൻനാടാണ്. ആ നാട്ടിലെ പടയാളികൾ നായകനെയും കൂട്ടുകാരനെയും ആ നാടിന്റെ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. രാജാവ് നായകനോട് നീ ഒരു ഡ്രാഗൺ റൈഡ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഡ്രാഗനെ നീ വിളിക്കൂ എന്ന് പറയുന്നു. നായകനാണെങ്കിൽ സഫേറിനെ വിളിക്കുന്നു. സഫേറ അവിടെ അപ്പോൾ തന്നെ വരികയാണ്. സഫേറയുടെ കൂട്ടത്തിൽ ആര്യയുണ്ട്. ആര്യയ്ക്ക് ഒട്ടും വയ്യാതിരിക്കുന്നു. ആര്യയെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നായകൻ ചോദിക്കുമ്പോൾ അവളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഈ സമയം ഡെർസയുടെ ആളുകൾ ആ നാട് വളഞ്ഞ കാര്യം അവരറിയുന്നത്. അവർ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പോവുകയാണ്. നായകനും അവരെ സഹായിക്കാമെന്ന് ആ രാജാവിന് ഉറപ്പ് നൽകുന്നു. അപ്പോഴാണ് രാജാവ് നായകന്റെ കൂടെയുള്ള സുഹൃത്തിനെ കാണുന്നത്. അവനെ തുറുങ്കിലടയ്ക്കാൻ പറയുന്നു. കാരണം അവൻ മോർസാന്റെ മകനായിരുന്നു. മോർസാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോണിന്റെ ഡ്രാഗനെ കൊന്ന ആളാണ്. എന്നാൽ ബ്രോൺസാനെ പോലെ അല്ലായിരുന്നു മകനും. അവൻ വളരെ നല്ലവനായിരുന്നു. പക്ഷെ ഇതൊന്നും കേൾക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. അവനെ ജയിലിലടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന നായകന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതേ സമയം ഡെർസ തന്റെ പഴയ കൂട്ടി അവരെ ആക്രമിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാർഡൻനാട്ടിലാണെങ്കിലും എല്ലാവരും മുഴുവൻ തയ്യാറെടുപ്പെടുത്ത് അവരെ കാത്തു നിൽക്കുകയാണ്. നായകനും സഫേറയും പടച്ചാട്ടകളെല്ലാം ഇട്ട് വളരെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുകൂടി അവർ ആക്രമിക്കുകയാണ്. എന്നാലും ഇവർ തിരിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നായകനും സഫേറയും അവരെ സഹായിക്കുന്നുണ്ട്. അവർ തീതുപ്പി ഉള്ള എനിമീസിനെ എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ഡെർസ തന്റെ ശക്തികൾ മുഴുവൻ ഉപയോഗിച്ചിട്ട് ഒരു മാജിക് ഡ്രാഗൺ ഉണ്ടാക്കുകയാണ്. അതിന്റെ പുറത്ത് കയറി നായകന് നേരെ ചെല്ലുകയാണ്. നായകനും തിരിച്ചു നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നായകൻ എന്ത് ചെയ്തിട്ടും ഡെർസനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവന്റെ നെഞ്ചിൽ കുത്തിയാൽ മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. ഇതിനിടയ്ക്ക് ഡെർസയുടെ ഡ്രാഗൺ സഫേറയെ നല്ല രീതിയിൽ പരിക്ക് പറ്റിക്കുന്നു. അതുകൊണ്ട് തന്നെ സഫേറയുടെ ശക്തി കുറഞ്ഞു വരികയാണ്. കാർച്ച മങ്ങിക്കൊണ്ടിരിക്കുന്നു. അവസാനം നായകൻ ഒരു വഴി കണ്ടെത്തുകയാണ്. പെട്ടെന്ന് ഡെർസ അവരെ ആക്രമിക്കാൻ നേരം നായകനെ സഫേറയുടെ മുഖത്ത് കാണുന്നില്ല. നായകൻ സഫേറയുടെ വാലിൽ നിന്നുകൊണ്ട് ഡെർസയുടെ നേരെ ചാടി പോകുന്നു. ചാടി തന്റെ കയ്യിരിക്കുന്ന വാൾ ഉപയോഗിച്ച് ഡെർസയുടെ നെഞ്ചിൽ ആഞ്ഞു കുത്തുന്നു. ഡെർസ അവിടെ വെച്ച് തന്നെ ഇല്ലാതാവുകയാണ്. എന്നാൽ നായകൻ ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. പെട്ടെന്ന് സഫേറ നായകനെ രക്ഷിക്കുന്നു. അവർ നേരെ ഒരു ഗുഹയുടെ മുമ്പിൽ ചെല്ലുകയാണ്. പെട്ടെന്ന് അവർക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ അവരവിടെ ഇടിച്ച് വീഴുകയാണ്. സഫേറയ്ക്ക് ഒന്നും മിണ്ടാൻ സാധിക്കുന്നില്ല. കാരണം അതിന് നല്ല രീതിയിൽ മുറിവ് പറ്റിയിരുന്നു. നായകൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നായകൻ കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ അവസാനം അവർ ആ യുദ്ധം ജയിക്കുകയാണ്. പിറ്റേ ദിവസം മയക്കത്തിൽ നിന്നുണരുന്ന നായകൻ സഫേറിനെ കാണുന്നില്ല. അടുത്ത് തൻ്റെ കൂട്ടുകാരനാണ് ഉള്ളത്. അവനോട് സഫേറിനെ കുറിച്ച് തിരക്കുമ്പോൾ അവരൊന്നും മറുപടി പറയുന്നില്ല. പെട്ടെന്നാണ് സഫേറ അവിടേക്ക് കടന്നു വരുന്നത്. സഫേറിനെ കണ്ടപാടെ നായകന് ഒരുപാട് സന്തോഷമാകുന്നു. സഫേറ അവനോട് പറയുന്നു, ബ്രോം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിച്ചേനെ. അതിനുശേഷം നായകൻ തൻ്റെ സുഹൃത്തിനോട് ആര്യയെക്കുറിച്ച് തിരക്കുന്നു. അവൻ പറയുന്നു അവൾ നാട്ടിലേക്ക് പോയെന്ന്. പെട്ടെന്ന് തന്നെ നായകൻ സഫേറയുടെ പുറത്ത് കയറി അവളുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അങ്ങനെ നായകൻ ആര്യ അടുത്ത് ചെല്ലുകയാണ്. ആര്യ നായകനോട് പറയുന്നു, യുദ്ധം തോറ്റതറിഞ്ഞ ഗാൽബറ്റോറിക്സ് എന്ത് ചെയ്യുമെന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനായി എനിക്ക് പോയേ പറ്റൂ. ഇനി നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് അവൾ അവനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. ക്ലൈമാക്സിൽ ഗാൽബറ്റോറിക്സിനെയാണ് കാണിക്കുന്നത്. അവൻ്റെ കയ്യിൽ അപൂർവ ശക്തിയുള്ള ഒരു വാളുണ്ട്. അതുമാത്രമല്ല അവൻ്റെ കയ്യിൽ ഒരു ഭയങ്കരനായ ഡ്രാഗണുമുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.